ശ്രീ ആര്യടൻ ഷൗക്കത്ത്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. സർ, മലപ്പുറം വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട നിലമ്പൂർ മുണ്ടേരി മേപ്പാടി മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ ഈ സർക്കാരിൻ്റെ ഇടപെടൽ ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുകയാണ്. സർ, 2009 മെയ് 21 നാഗ്പാക്കിൻ്റെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞ പാതയാണ് സർ ഇത്. അത് കഴിഞ്ഞ് അതേ വർഷം തന്നെ PWD 44/2009 എന്ന ഓർഡറിൽ കൃത്യമായി നിർദ്ദേശിച്ച റോഡാണ് സർ ഇത്. 2011 വയനാട്ടിലേക്കുള്ള അനുയോജ്യമായ ബദൽ പാത എന്ന് നിർദ്ദേശിച്ച പാതയാണ് സർ ഇത്. പക്ഷേ മാത്രമല്ല, അത് കഴിഞ്ഞ് 2016 ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, വിശദമായ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിലും പറഞ്ഞിരിക്കുന്ന പാത ഈ പാത തന്നെയാണ്. ഈ പാത സർ, സത്യത്തിൽ ഇന്ന് ഞങ്ങൾ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമാണെങ്കിലും ഞങ്ങൾക്ക് വയനാട്ടിലേക്ക് പോകണമെങ്കിൽ ഞങ്ങൾക്ക് പോകേണ്ടത് തമിഴ്നാട്ട് മറ്റൊരു സംസ്ഥാനത്തിലൂടെ പോകേണ്ട ഘട്ടമാണ് സർ. അതെങ്കിൽ മറ്റൊരു ജില്ലയിലൂടെ പോകണം. കേരളത്തിലെ ഏത് ജില്ലയിലാണെങ്കിലും തൊട്ടടുത്ത ജില്ലയിലേക്ക് അന്യ സംസ്ഥാനത്തിലൂടെ അല്ലാതെ പോകാനുള്ള മാർഗങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾക്കത് ഇല്ലാത്തൊരവസ്ഥയാണ് സർ. മാത്രമല്ല, ഈ പാത വരുന്നതോടുകൂടി നിലമ്പൂർ മേപ്പാടിയിൽ 102 കിലോമീറ്റർ ഇപ്പോൾ സഞ്ചരിക്കുന്നത് കേവലം 48 കിലോമീറ്ററായി ചുരുങ്ങുകയാണ് സർ. മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ 2 ജില്ലകളെ ബന്ധിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി ബാംഗ്ലൂരിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന ചരക്ക് ഗതാഗതം 70 കിലോമീറ്ററാണ് സർ ദൈർഘ്യം കുറയുന്നത്. മാത്രമല്ല, ശബരിമല തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാത. കാരണം ആന്ധ്രയിൽ നിന്ന് വരുന്നവർക്ക് അതേപോലെ തന്നെ കർണാടകത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ ശബരിമല തീർത്ഥാടകർക്ക് 100ഓളം കിലോമീറ്റർ കുറയുന്ന ഒരു പാതയാണ് ഈ നിർദ്ദിഷ്ട പാത. മാത്രമല്ല, ടൂറിസം രംഗത്ത് ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന പാതയാണ് സർ ഇത്. ചരക്ക് ഗതാഗതം, യാത്രക്കാരും മാത്രമല്ല. അതുകൊണ്ട് തന്നെ ഈ പാത മാത്രമല്ല സർ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആകെ 28 കിലോമീറ്റർ മാത്രമാണ് സർ പുതിയ റോഡ് ഉണ്ടാക്കേണ്ടി വരുന്നത്. 28 കിലോമീറ്റർ മാത്രം, 28 കിലോമീറ്റർ മാത്രമാണ് പാത ഉണ്ടാക്കേണ്ടി വരുന്നത്. ഈ 28 കിലോമീറ്ററിൽ 11 കിലോമീറ്റർ മാത്രമാണ് ഫോറസ്റ്റിലൂടെ പോകേണ്ടത്. അന്യ സംസ്ഥാനങ്ങളിൽ ചെയ്തതുപോലെ ഒരു എലിവേറ്റഡ് ഹൈവേ വന്നു കഴിഞ്ഞാൽ ഇത് വളരെ സുഖകരമായി 11 കിലോമീറ്റർ കൊണ്ട് എലിവേറ്റഡ് ഹൈവേ വന്നു കഴിഞ്ഞാൽ 28 കിലോമീറ്റർ പുതിയ പാത ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ സുഖകരമായി കേരളത്തിൻ്റെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുത്തനുണർവ് സമ്മാനിക്കാൻ മിഷൻ സമുദ്ര പോലുള്ള നിരവധി സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനുള്ള ദീർഘവീക്ഷണത്തോടുകൂടി ആദരണീയനായ മുഖ്യമന്ത്രി മുന്നേറുമ്പോൾ ഈ പദ്ധതിയും അതിനൊരു മുതൽക്കൂട്ടായി മാറുമെന്നതിൽ ഒരു സംശയവുമില്ല സർ. അതുകൊണ്ട് തന്നെ ഈ പാതയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് സർക്കാരിൻ്റെ ഗൗരവകരമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ് സർ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. സർ, എൻ്റെയും ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെയും നാടായ മലപ്പുറത്തു നിന്ന് നിലമ്പൂർ മേപ്പാടി ഉള്ള ഒരു റൂട്ടാണ് ഇത്. പക്ഷേ ഇത് ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ നാഗ്പാക്കിൻ്റെ സർവേയും ഫോറസ്റ്റിൻ്റെ സർവേയും കിഫ്ബി ഉദ്യോഗസ്ഥന്മാരുമായി ഒക്കെ സംയുക്ത പരിശോധന നടത്തിയിരുന്നു. നടത്തിയതിൽ അന്ന് അലൈൻമെൻറ്റിന് നിലവിൽ റോഡുകളൊന്നും ഇല്ല. അന്നത്തെ അലൈൻമെൻറ്റിൽ അവസാനം അവർ പറഞ്ഞത്, അവർ തന്ന റിപ്പോർട്ട് അത് അപ്രയോഗികമാണ് എന്നാണ് റിപ്പോർട്ട് തന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ വയനാട്ടിലേക്ക് നിലമ്പൂരിൽ നിന്ന് 42 കിലോമീറ്റർ ദൂരം കുറയും. ഇത് ഒരു അത്യാവശ്യമാണ്. പക്ഷേ ഫോറസ്റ്റ് 11 കിലോമീറ്ററാണ്. അതുകൊണ്ട് ഒന്നുകൂടി നമുക്ക് അലൈൻമെൻ്റ് ഒന്ന് പരിഷ്കരിച്ച് പാത യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു നടപടി PWD മുൻകൈ എടുക്കുന്നതാണ് എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട അംഗത്തെ അറിയിക്കാറുള്ളത്.